ലോജിക്കൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് നേരെ പോകും. അണ്ണന്റെ ലാസ്റ്റ് ഡാൻസ് ആണ്. സോ ഗൈസ്, വി ആർ ബാക്ക് വിത്ത് അനദർ മൂവി റിവ്യൂ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മൂവിയുടെ പേരാണ് ജനനായകൻ. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള തലപതി വിജയുടെ പടം. സോ ടിപ്പിക്കൽ വിജയ പടങ്ങൾ പോലെ തന്നെ ഒരു വിജയ പടമാണിത്. ഈ പടം എങ്ങനെ ഇലക്ഷന് മുമ്പാണ് ഇറങ്ങിയിരുന്നെങ്കിൽ വേറെ റേഞ്ചിൽ പോയേനെ. വേറെ ഒരു പാർട്ടിയുടെ ആവശ്യം വരില്ല. കൺഫേം ആയിട്ട് അമ്മൻ ഒറ്റയ്ക്ക് തൂക്കിയേനെ, ഉറപ്പാ. കാര്യം അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. സോ നമ്മൾ വിജയുടെ പടം കാണുന്നതിന് മുമ്പേ, അതായത് ജനനായകൻ കാണുന്നതിന് മുമ്പേ കാണേണ്ട ഒരു പടങ്ങളുണ്ട്, നമ്മുടെ ബാലയ്യയുടെ പടം. നിങ്ങൾ ആ പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ജനനായകൻ കാണുക, കണ്ടിട്ട് വന്നിട്ട് ബാലയ്യയുടെ പടം കൂടെ കാണുക. രണ്ടോടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വട്ടാവും, കൺഫേം ആണ്. എനിവേ, ഈ പടം 3 മണിക്കൂർ 3 മിനിറ്റ് ആണുള്ളത്. അത്യാവശ്യം നല്ല ലെങ്തിയാണ്. ആദ്യത്തെ 20 മിനിറ്റ്സ് ടൈറ്റിൽ കാർഡ്, ഇൻട്രോ സീൻസ് എല്ലാം മാസ്. നമ്മള് പറയുമല്ലോ, ലോജിക്കൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് നേരെ പോകും. വിജയണ്ണന്റെ പടം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുപോലൊരു പടം തന്നെയാണ് പാസം. നാടിനെ രക്ഷിക്കുക. ലെങ്ത് കുറച്ച് കൂടിപ്പോയത് കാരണമുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. കുറച്ച് ഓവറായിട്ട് തോന്നി. ചില പഴയ തെലുങ്ക് പടങ്ങളുണ്ടല്ലോ, ആ ഒരു മൂഡിലേക്കൊക്കെ പോയിട്ടുണ്ട് ചില ഫൈറ്റുകൾ. കമ്പയർ ടു ബാലയുടെ മൂവി ചില സീൻസ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ചെയ്തിരിക്കുന്നത് ബാലയുടെ സിമ്പിളായിട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നൊക്കെ ഇത് കുറെ കൂടെ വിജയനെ കുറച്ചുകൂടെ പവറായിട്ട് ബൂസ്റ്റ് ചെയ്ത്. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അണ്ണന്റെ ലാസ്റ്റ് പടമാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല, കാര്യം ഇലക്ഷൻ ജയിച്ചു, നല്ല കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഈ മന്ത്രിസഭ തന്നെ കണ്ടിന്യൂ 5 കൊല്ലത്തിന് ശേഷം പിന്നെ പറ്റില്ല 10 കൊല്ലം അണ്ണന്റെ ചിലപ്പോൾ ലാസ്റ്റ് പടമായിരിക്കും ഇത്. വിജയ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുക. അണ്ണന്റെ ലാസ്റ്റ് ഡാൻസ് ആണ്.